ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കാന്തസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ആ കാണുന്ന മലനിരകളുണ്ടല്ലോ, ആ മലനിരകളാണ് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ. ആ നെല്ലിയാമ്പതി മലനിരകളിൽ നൂലിഴ പോലെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? ആ വെള്ളച്ചാട്ടമാണ് നമ്മുടെ സീതാർകുണ്ട് വാട്ടർഫാൾസ് ട്ടോ. പക്ഷെ നമ്മുടെ ഇന്നത്തെ യാത്ര ഈ രണ്ട് സ്ഥലത്തേക്കല്ല, ആ മലനിരകളിൽ താഴെ കാണുന്ന ഒരു സുന്ദരമായ ഒരു ഗ്രാമമുണ്ട്. അതാണ് നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമം. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കാണ്. കൊല്ലങ്കോട് ഗ്രാമത്തിൽ ഇപ്പൊ എന്താണ് കാണാൻ ഉള്ളത് എന്ന് പറഞ്ഞാല്, കൊല്ലങ്കോടിന്റെ ഒരു ഹൃദയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയഭാഗം എന്ന് പറയുമ്പോൾ തന്നെ സഞ്ചാരികളുടെ ഒരു പറുദീസ അല്ലെങ്കിൽ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോ ദാ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കൊല്ലംകോടിന്റെ സ്വർഗം എന്ന് പറയുന്ന ഭാഗം. അപ്പൊ നമ്മുടെ കൊല്ലംകോടിന്റെ സ്വർഗം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് വരൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വാവ്, കണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ കൊല്ലംകോടിന്റെ സ്വർഗം എന്ന് പറയുന്ന ഭാഗം. ഇതുകൊണ്ട് മാത്രമല്ല ഇവിടെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കുള്ള സ്വർഗം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ സ്വർഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെയുള്ള താമരപ്പാടം എന്ന് പറയുന്നത്. ഇവിടെയുള്ള താമരപ്പാടം എന്ന് പറയുന്നത് മറ്റുള്ള താമരപ്പാടത്തേക്കാൾ വ്യത്യസ്തമായൊരു താമരപ്പാടമാണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പൊ എന്തായാലും ഇവിടുത്തെ താമരപ്പാടവും നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വരൂ. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലങ്കോട് ഒരു സുന്ദരമായ ഗ്രാമത്തിലാണ് കേട്ടോ. നമ്മുടെ നെൽകൃഷികളെ വളരെ എന്താ പറയുക, മനോഹരമായ ഒരു ഗ്രാമമാണ് നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു താമരപ്പാട സ്ഥലത്താണ്. നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ആ താമരപ്പാടത്തിൻ്റെ അടുത്താണ് നമ്മൾ ഉള്ളത്. അത് ഇതിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വൈറലായ ഒരു നെൽപ്പാടം കൂടെയാണ് കേട്ടോ. ഒരു എന്താണ് അരവിന്ദേട്ടൻ്റെയോ എന്താണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അരവിന്ദേട്ടൻ്റെ നെൽപ്പാടം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലം കൂടിയാണ് ഇത്. എന്താ ഭംഗി നോക്കുക, വളരെ മനോഹരമായ മലനിരകളുടെ താഴെ നല്ല നെൽകൃഷി ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന, അതും തട്ടായിട്ടാണ് നമ്മുടെ ഈ പാടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ കുറച്ച് താഴെയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ഹൈറ്റ് കൂടിയത്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയത്, പിന്നെ അവിടേക്ക് ഇതാ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ സ്ഥലം കൂടിയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മുടക്ക് ദിവസം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ. നല്ല അടിപൊളി കാറ്റൊക്കെയാണ്. കാറ്റുന്ന നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഇതാ നോക്കിക്കൊണ്ടാ, ബാക്കിൽ നല്ല വലിയ മലയാണ്. ആ മലയുടെ ഇങ്ങനെ ചെരിവ് ഇങ്ങനെ കൃഷിയാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതേപോലുള്ളൊരു മല മുകളിലിൻ്റെ താഴെ ഇത്രയും നെൽകൃഷി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അതും നല്ല വിളവോട് കൂടിയ നെല്ലിതാ. നമുക്ക് എന്തായാലും അവിടെ ഒരു കുറച്ച് താമരപ്പാടം, പിന്നെന്താണ് അവിടെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കുറേ ആളുകളൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി ഇതിൽ കൂടെ നടന്ന് പോകാൻ പറ്റുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇതിൽ കൂടെ നടന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ തന്നെ, ഈ വയലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് അവിടെ നടന്നു പോകാം. നോക്കട്ടെ.
അപ്പോൾ കൊല്ലംകോട്ടെ താമരപ്പാടം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.